മന്ദാരപ്പൂമൂളി കാതിൽ തൈമാസം വന്നല്ലോ സിന്ദൂരപ്പൂ പാടി കൂടെ നീ സ്വന്തമായല്ലോ ആരാരും കാണാതെ ആമ്പൽ കിനാവും ഒന്നൊന്നും മിണ്ടാതെ ഈറന്നിലാവും ഒന്നാകും പോലെ ശ്രുതിയായി ലയമായി. ചേച്ചി ഇനി നാളെ പാടാട്ടോ വേറെ. ടാറ്റ ബൈ ബൈ. ഞാനേ ഇതൊന്ന് അയച്ചു കൊടുക്കട്ടെ. ചുമ്മാ എടി പ്രസിഡന്റ് എത്ര ദിവസമായിട്ട് എന്നോട് പറയണമെന്ന് അറിയുമോ, പ്രസിഡന്റ് വൈഫിന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടായത്. ഒന്ന് സെൻഡ് ചെയ്തോട്ടെ. ആരാണ്? ഹലോ, അതെ. ആ ശാന്തനോ? ശാന്തനോ? ആ എന്താണ്? അതെ, ഞാൻ ഹസ്ബൻഡാണ്. തമിഴിലെയോ? ത്യാഗു സാറ് മ്യൂസിക് ഡയറക്ടർ. ആ ഓ പിന്നെന്താ, അതിവിടെ തിരുവനന്തപുരത്ത് തന്നെ, എടപ്പഴിഞ്ഞി. ആ ഓ വന്നാൽ മതി, ഞാൻ വഴി പറഞ്ഞുതരാം. സാറ് എടപ്പഴിഞ്ഞി ജംഗ്ഷനിൽ എത്തിയിട്ട് വിളിച്ചാൽ മതി കറക്റ്റായിട്ട്. ഇല്ലെങ്കിൽ ഞാൻ അവിടെ വന്ന് പിക്ക് ചെയ്തോളാം, പറഞ്ഞുതരാം. പിന്നെന്താ, വന്നോട്ടെ ഒരു കുഴപ്പമില്ല, സന്തോഷമേ ഉള്ളൂ. ഓ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും. ശരി, ഓ ഓക്കെ, താങ്ക് യു സാർ. എന്താ തങ്കു, ഇതാരാ വിളിച്ചെന്നറിയാമോ? വലിയ മ്യൂസിക് ഡയറക്ടറല്ലേ, ത്യാഗു. മെനഞ്ഞാന്ന് ത്യാഗു മ്യൂസിക് ഡയറക്ടർ. ആ ഡയറക്ടറുടെ PA ആണ് വിളിച്ചത്. അവര് നാളെ ഇങ്ങോട്ട് വരാൻ പോണെന്ന്. നിന്റെ പാട്ട് കേട്ടെന്നടി. എന്തില്ലാന്ന്? എനിക്ക് അടി അയാള് ഇവിടെ ഉണ്ട്, ഇപ്പൊ ഒരു നല്ല പാട്ടുകാരി കേട്ടോണ്ട് നാളെ വരട്ടെ എന്ന് ചോദിച്ചു. വന്നോട്ടെ. എന്തിനാന്നേ? എടി അയാൾക്ക് ചിലപ്പോ എന്തെങ്കിലും വല്ല പ്രോഗ്രാമിനോ വല്ല ഇതിനോ പാടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കേൾക്കാനോ. അങ്ങനെയൊന്നും പാടാൻ അറിയോ? ഓ ഇത് വലിയ കഷ്ടം. നിനക്കപ്പോ ഇത് ആൾക്കാരെല്ലാം കണ്ടതല്ലേ, നമ്മൾ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരു നല്ല കാര്യത്തിൽ നിന്ന് അതിന് തടസ്സം നിന്നോണം. ആ അവര് വരുമ്പോ ചിലപ്പോ ഇച്ചിരി ഒന്ന് പാടാൻ പറയുമ്പോ ഒക്കെ പാടിക്കോണം കേട്ടാ. അതുപോലെ വലിയ മനുഷ്യരൊക്കെ നമ്മുടെ വീട്ടിൽ വരണമെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാ. അതെ, ഈ മെഷീനൊക്കെ ഒന്ന് ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു ഒരു തുണിയിട്ടൊക്കെ മൂടി മാറ്റിയിടാം. ഒരു മാറ്റത്തിന്റെ ഒരു മുഴക്കം പോലെ എനിക്ക് തോന്നുന്നു. ഒന്നുമില്ല, എനിക്ക് തയ്ക്കാനുണ്ട്. ഇന്നുകൊണ്ട് തയ്ച്ച് നിർത്തിക്കോ കേട്ടോ. മക്കളെ ഇച്ചിരി വെള്ളം എടുത്തോണ്ടാ. ഞാനൊരു പാട്ട് കൂടി പാടും. പൊന്നെ, നിന്നെ സിനിമയിൽ എടുത്തിട്ട് ചക്കര നല്ല ചൂടുള്ള പച്ചവെള്ളം എടുക്കാം. അല്ല എന്തെങ്കിലും വെള്ളം എടുത്തോണ്ടാ.